അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുസത്തെ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈദുൽ അദ്ഹ നാളിലേക്ക് വളരെ മുട്ടമായിട്ടുണ്ട്. ഈ പെരുന്നാൾ വരുമ്പോൾ ചെറിയ അത്യാവശ്യമായ ചില ഞങ്ങൾ ശ്രദ്ധപ്പെടാത്ത ചില സുന്നത്തായ കാര്യത്തെ ഉണർത്തുകയായിരിക്കും ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത്യാവശ്യമായ 5 പെരുന്നാളിലെ ക്രമത്തെ സംബന്ധിച്ചിട്ട് ഞാൻ വിശദീകരിച്ചത്. അൽഹംദുലില്ലാഹ് ചെമ്മ ആൾമാർ അത് നോക്കിയാറ്, ലൈക്ക് ആക്കിയാറ്, ചെമ്മ ആൾമാർക്ക് അത് ഷെയർ ആക്കി കൊടുത്താറ്. അള്ളാഹു അങ്ക് ബർക്കത്താക്കട്ടെ. ആ ഷെയർ ആക്കിയതിന്റെ കൂലി അള്ളാഹു അങ്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്കെല്ലാം ഗൊത്തുന്ന വിഷയമേ ആയെങ്കിലും ചിലപ്പോൾ അത് ശ്രദ്ധിക്കാണ്ടേ പോകണ്ടു. നിങ്ങൾക്ക് സുബൈക്ക് എണിച്ചിട്ട് പെരുന്നാൾ പള്ളിക്ക് പോകുമ്പോൾ, പിന്നെ വലിയ പെരുന്നാളാകുമ്പോൾ കാലി ബേത്തിൽ പോകലായിരിക്കും സുന്നത്ത്. ചില പെരുന്നാളാകുമ്പോൾ എന്തെങ്കിലും തിന്നിട്ട് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരൊക്കെ തിന്നിട്ട് പോകേണ്ടിരുന്നു. ചില പെരുന്നാൾ വലിയ പെരുന്നാളില് ഞങ്ങൾ എന്താക്കും, കാലി ബേത്തിൽ പോകൂ. ഞങ്ങൾ എന്താക്കുക, ഞങ്ങൾക്ക് സുന്നത്തായിരിക്കും. അതിനെങ്കിൽ ഞങ്ങൾക്ക് വേഗ പള്ളിക്ക് പോയിട്ട് വേഗ പിന്നെ ഉൽഹിയത്തറക്കോ സമയം കിട്ടുക ആയിട്ട് അങ്ങനത്തെ ഒരു നിയമ കൊണ്ടുവന്നത്. അപ്പോ കാലി ബേത്തിൽ പോകണം. അപ്പൊ പിന്നെ ആണിങ്ങളെ നാഷ്ട ആക്കിയിട്ട് കടത്തണ്ട, അങ്ങനെ കാലി ബേത്തിൽ കടത്തും. പിന്നെ പൈക്കിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചില പള്ളിയെല്ലാം ലേറ്റിക്കിട്. അപ്പോ പൈക്കിട്ട് ഉണ്ടാക്കി കൊടുത്തു കടത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പ്രോബ്ലം ആക്കായാലും. അപ്പൊ ഏതായാലും കാലി ബേത്തിൽ പോകാതിരിക്കുന്നത് സുന്നത്തുല്ലേ. അതുപോലെ പെരുന്നാൾക്ക് ഞങ്ങൾ കുളിക്കുമ്പോൾ നിയത്ത് പലപ്പോഴും ചില ആൾമാർ മറന്നു പോകേണ്ടത്. വലിയ പെരുന്നാള് സുന്നത്ത് കൂടി കുളിക്കിടാണ്ടെന്നാക്ക നിയത്ത് വെക്കാം. അതുപോലെ പോകേണ്ട ആൾമാർ ഡ്രസ്സ് ഇടാറ്, നല്ല പുതിയ ഡ്രസ്സ്. അൽഹംദുലില്ലാഹ് അതിന്റെ ദിക്റെല്ലാം ഇന്നലത്തെ ക്ലാസ് എല്ലാം ചെമ്മ ആൾമാർ അത് പഠിച്ചോണ്ടാറ്. ഗൊത്തിലെത്തങ്ങ പിന്നെ ആ ദിക്റ് ഇന്നലത്തെ ക്ലാസ് കേട്ടത് ദിക്റ് പഠിച്ചോണ്ടു. അപ്പോ ഈ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ പോകുമ്പോൾ അനിസ്ലാമികമായ എന്തെങ്കിലും അതിൽ കാണുമോ തീർച്ച. നിങ്ങൾ ഇപ്പൊ മണികണ്ഠനാന്റെ കീഴ് താഴ്ത്തിട്ട് ചില മനുഷ്യന്മാരുള്ളത്. അപ്പൊ എന്താക്കും, പാൻറ്റെല്ലാം മടക്കിയിട്ട് ഇസ്ലാമികമായ ഡ്രസ്സ് ഇടണം. അതുപോലെ ഞങ്ങളുടെ മക്കവല്ല, പ്രത്യേകിച്ച് പെണ്ണു മക്കവല്ല ഡ്രസ്സെല്ലാം ഇടുമ്പോൾ ഇസ്ലാം അനുവദിച്ച ഡ്രസ്സ് മാത്രമേ ഇടൂ. പിന്നെ അതുപോലെ ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ, പള്ളിക്ക് പോകുമ്പോൾ ചില ആൾമാർ ഒരു ആദത്തുണ്ട്. പള്ളിക്ക് പോകുമ്പോൾ ബെൽത്തെ ഡ്രസ്സ് ഇട്ട് ഞങ്ങൾ മുന്നിൽ എടുത്തു വെച്ചിരിക്കുക. ഇതിന് പള്ളിക്ക് പോകേണ്ട ഡ്രസ്സ് ഉണ്ട്. ജുമാഅത്ത് ഒരു ബെൽത്തെ ഡ്രസ്സ് സുന്നത്തുണ്ട്. അതുപോലെ പള്ളിക്ക് പോകുമ്പോൾ ബെൽത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ പുതിയ ഡ്രസ്സ് ഇട്ടത് പിന്നെ വന്നിട്ട് മാറ്റിട്ട് പള്ളി പോയിട്ട് വന്നിട്ട് മാറ്റിട്ട് പുതിയ ഡ്രസ്സ് ഇട്ട് അങ്ങനെ ഒക്കെ പോകണ്ട. കാരണം പെരുന്നാളുണ്ട് ഞങ്ങൾ പുതിയ ഡ്രസ്സേ ഇടണം. പള്ളിക്ക് പോകുമ്പോൾ പുതിയ ഡ്രസ്സേ ഇടണം. അത് കളർ ഡ്രസ്സ് ആയെങ്കിൽ തന്നിരല്ല ഉദയത്ത. അപ്പോൾ ആരും പള്ളിക്ക് പോകുമ്പോൾ ചേഞ്ച് ആക്കിയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വേണ്ട. ഏത് ഡ്രസ്സ് എടുത്ത് ബെൽത്തെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ബെൽത്തെ ഡ്രസ്സേ ഇട്ടു, തന്നിരല്ല. അതേ സന്ദർഭത്തിൽ പിന്നെ പുതിയ ഡ്രസ്സ് എടുത്ത കളർ ഡ്രസ്സ്, പിന്നെ പള്ളിക്ക് പോകുമ്പോൾ ഒന്ന് ബെൽത്തെ ഡ്രസ്സ് ഇടണോണ്ടു. മുന്നിലെപ്പോ എടുത്തു വെച്ച ഒരു ഡ്രസ്സ് ഇട്ട് അങ്ങനത്തെ ഒരു ആദത്താറോ ആക്ക പോകണ്ട. ഞങ്ങൾക്ക് പള്ളിക്ക് പോകുമ്പോൾ കളർ ഡ്രസ്സ് അഥവാ പുതിയ ഡ്രസ്സ് ഇടുകയെ സുന്നത്തായിട്ടിക്കടേ. പോകേണ്ട തെരു ഞങ്ങൾ എന്താക്കണോ, പോകേണ്ട തെരും പണ്ട തെരത്തിൽ ചേഞ്ച് ആക്കണം. ഒരേ തെരിൽ പോകണം, ഒരേ തെരിൽ പറഞ്ഞേ അത്ര നല്ലതല്ല. സുന്നത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാലിഫു തരീഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പോകേണ്ട തെരും പണ്ട തെരു ചേഞ്ച് ആക്കിയിട്ട് പോണ തരത്തിൽ ലോങ് ആയെന്നല്ലേ. അത് എന്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ തെരു ചേഞ്ച് ആക്കുന്നത് അത് ഇസ്ലാമിന്റെ ഷിയാർ വേറെ കാണണം. നാളെ ശിസ്തും നാളെ ആ ഡ്രസ്സും നാളെ സന്തോഷം ബാക്കിയുടെ ഗൈർക്കോമും കണ്ടിട്ട് അങ്ങും ഞങ്ങളിലേക്ക് ആകർഷണമാവണുണ്ടോന്നു. രണ്ടാമത്തത് പിന്നെ ഈ തെരു ചേഞ്ച് ആക്കുമ്പോൾ ഞങ്ങളെ തെരു എല്ലാം ഞങ്ങൾക്ക് നല്ല ആഹൃത്തിൽ സാക്ഷി നിൽക്കണം. ഓരോ പക്കം നല്ല ആഹൃത്ത് ഞങ്ങൾക്ക് വിറമായിട്ട് സാക്ഷി നിൽക്കണം. ഈ പോകുമ്പോൾ തെരുന്ന് പോകുമ്പോൾ ഞങ്ങൾ തക്ബീർ ചൊന്നിട്ട് പോകണം. വെറുതെ അനാവശ്യം മുന്നോട്ട് പോകത്തില്ല. ഞങ്ങൾക്ക് തക്ബീർ സുന്നത്തുണ്ടല്ലേ. അപ്പോ പിന്നെ ഈദിരെ മുന്നത്തെ ജാവു തുടങ്ങിയിട്ട് ഈദിരെ പിറ്റിയാണ് നിസ്കരിക്കത്തോളം ഞങ്ങൾക്ക് മുർസലായ തക്ബീർ, നിരന്തര തക്ബീർ ചൊല്ലുന്ന സുന്നത്തുണ്ട്. അപ്പൊ ഈ തെരുവിൽ പോകുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ തക്ബീർ ചെന്നിട്ട് പോവാം. അതുപോലെ ഇനി ഞങ്ങൾക്ക് ചെമ്മയാലോ പെരുന്നാൾ ചങ്ങായിമാരിൽ കിട്ടുമ്പോൾ അങ്ങനെ കൈ മുസാഫാത്ത് ചെയ്യുക ഞങ്ങൾക്ക് സുന്നത്തുണ്ട്. അപ്പൊ ഈ മുസാഫാത്ത് ചെയ്യുമ്പോൾ പല ആൾമാർക്ക് ദിക്ർ ഓന്തൊരു ആൾമാർ ദിക്ർ ഓന്തില്ല. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ. ഈ ദിക്ർ കറക്റ്റ് പഠിച്ചു വെച്ചിട്ട് നല്ല ശിസ്തുബദ്ധായിട്ട് അത് ചൊല്ലാം. പിന്നെ ഈദുക്കും മുബാറകുൻ കുല്ലു ആമിൻ വഅൻതും ബിഖൈർ. കൂടെ എല്ലാവരും പിന്നെ വാട്സപ്പിലെല്ലാം ഒരുപാട് ഇങ്ങനെ തഹനിയത്ത് ശുഭാശയങ്ങൾ പണ്ട്. അപ്പൊ ഞങ്ങൾ അതിൽ ഭാഗ്യോടെ അത് വലിയ ഹൈറായിട്ടിരിക്കും. പിന്നെ ഞങ്ങൾ കൈ പിടിച്ചിട്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ
കുല്ലു ആമിൻ അൻതും ബിൽ ഖൈർ ചെന്നെങ്കിൽ നിന്റെയും എല്ലാ സ്വാലിഹായ സൽക്കർമ്മ അള്ളാഹു സ്വീകരിക്കട്ട്. ഈ വർഷം നീ ഖൈറിലായിട്ട് ചെല്ലതായ ഒരു നല്ലൊരു സന്ദേശമായിരിക്കും. അത് ഞങ്ങൾ പഠിച്ചു വെക്കാം. അതുപോലെ പിന്നൊരു കാര്യം ഉള്ളേ, ഞങ്ങൾ പള്ളിയിൽ പോയിട്ടാണെങ്കിൽ അവിടെ പള്ളി എല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ പിന്നെ ചിലപ്പോൾ അവിടെ ഖബർ സിയാറത്തേക്കും പള്ളിയുടെ ചുറ്റും ഖബറിക്കട് നാളെ ഉമ്മ അവിടെ ഖബർ ഞങ്ങൾ ഒരിക്കലും മറക്കോ തീരാ. നാളെ കുടുംബത്തെ ആൾമാരെ ഖബർ ഞങ്ങൾ മറക്കോ തീരാ. അണ്ടത്തെ നാൾ ഞങ്ങളെ സന്തോഷത്തേക്കും അങ്ങനെ ഒരു സന്തോഷാക്കണം. അവിടെ പോയി ഒരു യാസിനെല്ലാം ഓതിട്ട് അങ്ങനെയും കൂടി ഞങ്ങളെ ആ സന്തോഷത്തിൽ ഞങ്ങൾ ഭാഗ്യമാക്കണം. ചില പള്ളിയിലെ ഖബർ ഇക്കില്ല. അപ്പൊ എന്താക്കാം, അവിടെ ഉസ്താദ് എല്ലാം ആയാൽ പിന്നെ ഒരു ഫാത്തിഹ ഓതിട്ട് ഖബർ നാളെ മരിച്ചുപോയ ആൾമാർക്ക് ദ്വാരക്ക ഒരു പതിവ് വെക്കട്. ആ ദ്വാരത്തിലെല്ലാം ഞങ്ങൾ ഭാഗ്യമാണ്. ചില ആൾമാർ ഓടുറാറ് തീര ഞങ്ങൾ ഓടിയിട്ട് നാളെ മക്കം ഓടുറാറ്. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കണം, അവിടെ ചില സബറാക്കി ദയിക്കണം. അതുപോലെ ലാസ്റ്റ് പള്ളിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വതക്ക ചെയ്യണം. ചെമ്മാൾമാർ റോഡ് സൈഡിൽ കിടക്കല്ല സ്വതക്ക ചെയ്യാം. അതെല്ലാം സ്വതക്ക ചെയ്യുമ്പോൾ ഉമ്മ അവിടെ അഥവാ മറിച്ച് കർദ്ദം സ്വതക്ക ചെയ്യൽ അണ്ടത്തെ നാളിൽ ഏറ്റവും സ്വതക്ക സ്വീകരിക്കുകയും അർഹതയുള്ള പള്ളി ഉസ്താദ്മാരായിരിക്കണം. കാരണം അങ്ക് ഒരു സന്തോഷ നാളല്ലേ, അങ്ങ് ഒരു ഫാമിലി പോയിട്ട് അങ്ങനെ റജയ്ക്ക് പോയിട്ട് എന്തെങ്കിലും അങ്ക് പെഞ്ഞ മക്കളെ ഒരു സന്തോഷാക്കുകയും അതുപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും സിയാറത്തുകൾ കുട്ടിയെ പോകേണ്ട ആൾമാരായിരിക്കാം ഉസ്താദ്മാർ. അങ്ക് ഒരു സന്തോഷാക്കണം. അപ്പൊ ആ ഉസ്താദ്മാർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ ഒരു സന്തോഷാക്കണം, സ്വതക്ക ചെയ്യണം. ചില ആൾമാർക്ക് അത് തലയ്ക്ക് പോകണില്ല എത്തിച്ചെന്തെങ്കിലും ഏത് മാവട്ട്. അപ്പൊ ഉസ്താദ്മാരെ സന്തോഷാക്കണം. അതിന് പാവത്തെ ആൾമാരെ ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കും. ഉമ്മയുടെ പേരിൽ മനുഷ്യങ്ങളെ പേരിൽ എന്തെങ്കിലും കൊടുക്കുന്നത് വലിയൊരു ഞങ്ങൾക്ക് എപ്പോഴും അവകാശം കിട്ടില്ല. ആ നിലക്ക് നിങ്ങൾ ഈ പെരുന്നാളിൽ നിങ്ങൾ ധന്യാക്കണം, കുടുംബത്തെ സന്ദർശിക്കണം. അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് പിന്നെ ഈ പെരുന്നാളിൽ ഞങ്ങൾ ആക്കണം. ഖണ്ഡിതമായിട്ടും അള്ളാഹുടെ മറക്കതായ ഒരു അവസ്ഥ അഥവാ അള്ളാഹുടെ ദീൻക്ക് എതിരായതായ ചില വേണ്ടാത്ത പ്രവർത്തനമുള്ള ചില ബാലക്കാരെല്ലാം ആക്കണാറും ഒരിക്കലും അത് തീരാ. ചില ആൾമാരെല്ലാം പച്ചക്കൊടി പിടിച്ചിട്ട് നടക്കുന്നതെല്ലാം കാണ്ട് ബൈക്കുകൾ ഇങ്ങനെ പച്ചക്കൊടി പിടിച്ച് കാട്ടുന്നതെല്ലാം അതെല്ലാം ഇസ്ലാം ഒരിക്കലും നമുക്ക് പ്രോത്സാഹിക്കില്ല. ഇന്നത്തെ അന്യകോമിന്റെ മതസ്ഥന്മാരെ ഞങ്ങൾ എന്താക്കണോ അന്നത്തെ നാൾ സന്തോഷപ്പെടുത്തണല്ലാണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു പേയ്പാട്ട് പോലത്തെ അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കുമോ തീരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിശുദ്ധമായ ഈ പെരുന്നാൾ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്ത് ധാരാളമായിട്ട് ചൊരിച്ച് തന്റെ ഒരു നാലാക്കി അള്ളാഹു ആക്കി തീർക്കട്ട്. 2 വർഷത്തോളം റാഹത്തും ഇസ്സത്തും ജീവിക്കവും ദീർഘായുസ്സോടു കൂടെ ജീവിക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.